ഇപ്പോൾ നമ്മൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നത് ദുൽഖർ സൽമാന്റെ ഹർജിയിൽ കസ്റ്റംസിനോട് ഹൈക്കോടതി വിശദീകരണം തേടിയിരിക്കുന്നു എന്നതാണ്. ശ്യാം കുമാർ വിശദാംശങ്ങളുമായി. ശ്യാം, ഗുരുതരമായ ആരോപണങ്ങൾ കസ്റ്റംസിനെതിരെ ഉന്നയിച്ചുകൊണ്ടാണ് ദുൽഖർ സൽമാന്റെ ഹർജി. ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിരിക്കുന്നു, എന്താണ് പറഞ്ഞിരിക്കുന്നത്? അനുജ, ഹൈക്കോടതിയുടെ ഒരു സ്വാഭാവിക നടപടി മാത്രമാണ്. കാരണം ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങളുടെ വീടുകളിൽ കസ്റ്റംസ് റെയ്ഡിറക്കുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തത് ചോദ്യം ചെയ്താണ് ദുൽഖർ സൽമാൻ ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ കേസിൽ കസ്റ്റംസിനോട് വിശദീകരണം തേടുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്. അടുത്ത ചൊവ്വാഴ്ച കേസ് പരിഗണിക്കുമ്പോൾ വിശദീകരണം നൽകണമെന്നുള്ളതാണ് ആവശ്യം. എന്നാൽ ഈ ഹർജിയിൽ ദുൽഖർ സൽമാൻ പറഞ്ഞിരിക്കുന്നത് നിയമപരമായി താൻ പണം കൊടുത്ത് വാങ്ങുകയും നിയമം പാലിച്ചുകൊണ്ട് നികുതി അടയ്ക്കുകയും ചെയ്ത വാഹനം അനധികൃതമായി പിടിച്ചെടുത്തിരിക്കുന്നു. അത് തന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയിരിക്കുന്നു. ഈ കേസിലാണ്, ഈ പരാതിയാണ് ദുൽഖർ സൽമാൻ കോടതിക്ക് മുൻപാകെ ഉന്നയിച്ചിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ വിശദീകരണം നൽകാൻ ഹൈക്കോടതി കസ്റ്റംസിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നു. അടുത്ത ചൊവ്വാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. ശരി, ചൊവ്വാഴ്ചയാണ് ഹർജി പരിഗണിക്കാൻ പോകുന്നത് ഹൈക്കോടതി. കസ്റ്റംസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ദുൽഖർ സൽമാൻ ഉന്നയിച്ചിട്ടുണ്ട്. കസ്റ്റംസിനോട് ഹൈക്കോടതി വിശദീകരണം തേടി. അതൊരു സ്വാഭാവിക നടപടി മാത്രമാണ്. ചൊവ്വാഴ്ചയാണ് ഹർജി കോടതി പരിഗണിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.